ഔട്ടർ ബണ്ട് നിർമ്മിക്കണമെന്ന ആവശ്യത്തിൽ താന്തോണിത്തുരുത്ത് നിവാസികളുടെ സമരം തുടരുകയാണ്. ഗോശ്രീ ഐലൻഡ് വികസന അതോറിറ്റി ആസ്ഥാനത്തിന് മുന്നിലാണ് പ്രതിഷേധം. തിങ്കളാഴ്ച പുലർച്ചെ 3 മണിയോടെ ആരംഭിച്ച പ്രതിഷേധമാണ് തുടരുന്നത്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി. അശ്വിൻ, ഇന്നലെയൊക്കെ വലിയ പ്രതിഷേധം നമ്മളവിടെ കണ്ടതാണ്. ആ പ്രതിഷേധം അതേ രീതിയിൽ തുടരുകയാണോ? ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ലേ? അനുജ, നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് ഗോശ്രീ ഐലൻഡിന്റെ ആസ്ഥാനം ഉള്ളത്. ആ ആസ്ഥാന മന്ദിരത്തിന് മുമ്പിലാണ് കഴിഞ്ഞ 2 ദിവസക്കാലമായി ഗോശ്രീ ഐലൻഡിലെ താന്തോണിത്തുരുത്തിലെ നിവാസികൾ ഈ സമരമിരിക്കുന്നത്. ഇവർ വീടുകളിലേക്ക് മടങ്ങിയിട്ട് തന്നെ മണിക്കൂർ ഒരു ദിവസം പിന്നിടുകയാണ്. ഇന്നലെ പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ഇവർ ഈ സമരവുമായി ഇവിടേക്ക് എത്തുന്നത്. ഈ ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ 48 മണിക്കൂറായി തുറന്ന് പ്രവർത്തിക്കുന്നുമില്ല. എന്നിട്ട് പോലും ഇവരുടെ സമരരംഗത്തേക്ക് അധികാരികൾ ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പ്രധാനമായി ഇവരുടെ ജീവിത പ്രശ്നം എന്ന് പറയുന്നത് വീടുകളിലേക്ക് വേലിയേറ്റ സമയത്ത് വെള്ളം കയറുന്നതാണ്. മഴയില്ലാത്തപ്പോൾ പോലും ഈ വേലിയേറ്റം ഉണ്ടാകുന്ന കാലഘട്ടങ്ങളിൽ മുട്ടപ്പം വെള്ളം വീടുകളിൽ കയറുന്നൊരവസ്ഥയുണ്ട്. അത് കേവലം 1-2 ദിവസത്തെ മുമ്പത്തെ പ്രശ്നമല്ല. കഴിഞ്ഞ 12 വർഷങ്ങളായി ഇവർ അനുഭവിക്കുന്ന ഒരു ദുരിതമാണത്. അതിന് ശാശ്വത പരിഹാരം വേണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. കഴിഞ്ഞ ദിവസം മന്ത്രിയുമൊക്കെ ചർച്ച നടത്തിയില്ല, എന്നിട്ട് ഒരു തീരുമാനമായില്ല. ഒന്നും ഒരു തീരുമാനമായിട്ടില്ല. ഇല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിലാണ് പോക്ക്. എന്താണെന്ന് ഇപ്പോഴും ഒരു പിടിയില്ല. തുടരാൻ കഴിയാത്ത അവസ്ഥയാണ്. അതെ. സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം? സമരം ഞങ്ങൾ ഇങ്ങനെ തന്നെ പോകും. എത്ര ദിവസം പോകണമെന്ന് വെച്ചാൽ അത്രയും ദിവസമെങ്കിൽ ഞങ്ങൾ സമരത്തിൽ കൂടി തന്നെ പോകും. അനുജ, എന്തായാലും ഈ സമരം തുടങ്ങിയതിന് ശേഷം ഈ ഗോശ്രീ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഓഫീസിലേക്ക് ഉദ്യോഗസ്ഥരാരും എത്തുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, സ്കൂളിൽ നിന്ന് വരുന്ന കുഞ്ഞു കുട്ടികളടക്കമുണ്ട്, പ്രായമായ അമ്മമാരുണ്ട്, വളരെ പ്രായമായ അച്ഛന്മാരുണ്ട്. അവരെല്ലാം വീടുകളിൽ പോകാതെ ഇവിടെ തുടരുന്ന കാഴ്ചയാണ് കാണുന്നത്. പുലർച്ചെ ഇവിടെ നിന്ന് ഒരുങ്ങി സ്കൂളിലേക്ക് പോകുന്നു. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ ഈ സമരത്തിലേക്ക് വരുന്നു. ഇവരുടെ ഭക്ഷണം പാകം ചെയ്യുന്നതുമെല്ലാം ഇവിടെ തന്നെയാണ്. കാരണം അത്രത്തോളം ദുരിതമാണ് ഇവരുടെ ജീവിതം. ഇതിനപ്പുറത്തേക്ക് വള്ളത്തിൽ വേണം ഈ തുരുത്തിലേക്ക് പോകാൻ, താന്തോണി തുരുത്തിലേക്ക് പോകാൻ. അവിടെ വീടുകളിലെല്ലാം ഇന്നലെ കയറിയ വെള്ളം ഇപ്പോഴും ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. സമയത്ത് ഉൾപ്പെടെ വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്നു. കഴിഞ്ഞ കുറേ നാളുകളായുള്ള പ്രശ്നമാണ്. ഔട്ടർ ബണ്ട് നിർമ്മിക്കണം എന്നുള്ളതാണ് ആവശ്യം. താന്തോണിത്തുരുത്തുകാരുടെ സമരം തുടരുന്നു.